ഹലോ ഗായ്സ്, ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. ഇത്തിരി ബിസി ആയിപ്പോയി. സോ നമ്മളിന്ന് മാനേജ്മെൻറ്റ് ഓഫ് ലേബറാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിൽ കിടക്കാം. ആദ്യം തന്നെ ഡെഫിനിഷൻ, ലേബർ എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ജെനിറ്റൽ ഓർഗൻസിൽ നടക്കുന്ന ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസെപ്ഷൻ്റെ വയബിൾ പ്രൊഡക്ട്സിനെ വൂമ്പിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്ന് വജൈന വഴി ഔട്ടർ വേൾഡിലോട്ട്, അതായത് പുറം ലോകത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ലേബർ. ഇനി ഈ ഒരു ലേബറിനെ നോർമൽ ലേബർ എന്ന് എപ്പോഴാണ് വിളിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം. ഒന്ന്, ഓൺസെറ്റ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിരിക്കണം. ഈ ഒരു ഓൺസെറ്റ് ആ ടേമിൽ, അതായത് ബേബി ടേമിലായിരിക്കുമ്പോൾ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. ഈ ഒരു ബേബിയുടെ പ്രസൻറ്റേഷൻ വേർട്ടെക്സ് പ്രസൻറ്റേഷൻ ആയിരിക്കണം. വിത്തൗട്ട് അൺഡ്യൂ പ്രൊലോങ്ങേഷൻ അൺഡ്യൂ ചെയ്യാൻ പാടില്ല. പിന്നെ നാച്ചുറൽ ടെർമിനേഷൻ വിത്ത് മിനിമൽ എയ്ഡ്സ് വെച്ചിട്ട് നാച്ചുറൽ ടെർമിനേഷൻ നടക്കണം. അമ്മയെയോ കുഞ്ഞിനെയോ എഫക്റ്റ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസും ഉണ്ടാകാൻ പാടില്ല. ഇനി അടുത്തത് ലേബറിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. സെർവിക്കൽ സ്റ്റേജ്, സ്റ്റേജ് ഓഫ് എക്സ്പൾഷൻ, പ്ലാസെന്റൽ സ്റ്റേജ്, സ്റ്റേജ് ഓഫ് റിക്കവറി. ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് ഇത് എഴുതാൻ പറ്റും കേട്ടോ. ഫസ്റ്റ്, സെർവിക്കൽ സ്റ്റേജ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേബർ പെയിൻ, ട്രൂ ആയിട്ടുള്ള ലേബർ പെയിന് തുടങ്ങുന്നത് മുതൽ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സ്, അതായത് ഈ ഒരു സെർവിക്സ് ഡയലേറ്റ് ചെയ്തിട്ട് ഫുൾ ആകുന്നത് വരെയാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് പ്രൊലോങ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ. ഇത് ഈ ഒരു പ്രൈമി മദേഴ്സിൽ അല്ലെങ്കിൽ പ്രൈമീസിൽ ആദ്യമായിട്ട് പ്രസവിക്കുന്നവരിൽ 12 hours ആയിരിക്കും. മൾട്ടിപ്പൽ, അതായത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ പ്രസവമാണെങ്കിൽ അത് 6 hours ആയിട്ട് ചുരുങ്ങും. ഇനി സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇറ്റ് ബിഗിൻസ് വിത്ത് ഫുൾ ഡയലറ്റേഷൻ ഓഫ് സെർവിക്സ് ഫുള്ളായിട്ട് ഡയലറ്റ് ചെയ്ത് നിൽക്കുന്നത് മുതൽ ബേബിയെ എക്സ്പെൽ ചെയ്യുന്നത് വരെയാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ പ്രൈമീസിൽ ആദ്യമായിട്ട് പ്രസവിക്കുന്നവരിൽ 2 hours, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ആണെങ്കിൽ 30 minutes, അരമണിക്കൂർ മാത്രമേ ഇത് നീണ്ടു നിൽക്കത്തുള്ളൂ മൾട്ടിപാരാസിൽ. ഇനി അടുത്തത് പ്ലാസെൻ്റൽ സ്റ്റേജിൽ, ഇത് എക്സ്പൾഷൻ ഓഫ് ബേബി മുതൽ ഈ കംപ്ലീറ്റ് എക്സ്പൾഷൻ ഓഫ് പ്ലാസൻ്റ കംപ്ലീറ്റ് ആയിട്ട്, പ്ലാസൻ്റെയും മറ്റു മെംബ്രെയിൻസും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൽ ചെയ്യുന്നത് വരെ നീണ്ടു നിൽക്കും. പ്രൈമീസിലും മൾട്ടിപാരയിലും ഇത് 30 minutes മാത്രമേ ഉള്ളൂ. സെയിം ആണ് കേട്ടോ. പിന്നെ അടുത്തത് ഫോർത്ത് സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജാണിത്. ഇത് ഈ ഒരു ബേബിയുടെ ബേർത്തിന് ശേഷം, ജനനത്തിന് ശേഷം 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നത്. പിന്നെ ഇതിന് ഈ ഒരു ടൈമിൽ പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷനും ബിഹേവിയർ ഓഫ് യൂട്രസിൻ്റെ ബിഹേവിയറും കെയർഫുള്ളി മോണിറ്റർ ചെയ്യണം. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ നോക്കാം. ഇതിൽ വരുന്നതാണ്, ഒന്ന്, യൂട്രൈൻ കൺട്രാക്ഷൻ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ നടക്കും. പിന്നെ ഈ ഒരു കൺട്രാക്ഷൻ്റെ ഫ്രീക്വൻസി ഗ്രാജുവലായിട്ട് കൂടാൻ തുടങ്ങും. പിന്നെ ഈ ഒരു കൺട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും പ്രോഗ്രസീവായിട്ട് കൂടാൻ തുടങ്ങും. പിന്നെ പ്രോഗ്രസീവ് എഫേസ്മെൻറ്റും ഡയലറ്റേഷൻ ഓഫ് ദ സെർവിക്സും നടക്കും. പിന്നെ പ്രസൻറ്റിങ് പാർട്ട് മിക്കവാറും അത് നോർമൽ കേസിൽ തലയായിരിക്കും, അതായത് നമ്മുടെ വജൈനയിലൂടെ പുറത്തേക്ക് വരുന്ന ആദ്യത്തെ ഭാഗം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് മുമ്പിട്ട് നിൽക്കുന്ന ഭാഗം മിക്കവാറും തലയാണ്. അത് ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ബാഗ് ഓഫ് ഫോർവാട്ടർ ഫോം ചെയ്യും, അതായത് ഈ ഒരു തലേനെ അല്ലെങ്കിൽ ഈ ഒരു ബേബിനെ കവർ ചെയ്തിട്ട് ഒരു അമ്നിയോട്ടിക് സാക്ക് ഫ്ലൂയിഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബേബി പുറത്തേക്ക് വരാൻ നോക്കുമ്പം ഈ ഒരു ബാഗ് ഓഫ് ഫോർവാട്ടർ അതിങ്ങനെ വരാൻ തുടങ്ങും. അത് ഞാനിവിടെ പിക്ക് കാണിച്ചു തരാം. ഈ ഒരു എനിമ കൊണ്ടോ സെഡേറ്റീവ് കൊണ്ടോ റിലീവ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിന് 3 phases ഉണ്ട്: ലാറ്റൻ്റ്, ആക്റ്റീവ്, ട്രാൻസിഷൻ. ലാറ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡയലറ്റേഷൻ 0 മുതൽ 3 centimeter വരെ ആയിരിക്കും. കൺട്രാക്ഷൻ മൈൽഡ് അല്ലെങ്കിൽ ഇറഗുലർ ആയിരിക്കും. രണ്ടാമത്തത് ആക്റ്റീവാണ്. ഇവിടെ വരുന്നത് 4 to 7 centimeter ഡയലറ്റേഷൻ ഉണ്ടാക്കും. കൺട്രാക്ഷൻ 5 മുതൽ 8 minutes ഇടവിട്ടിട്ടാണ് ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് 45 മുതൽ 60 seconds വരെ നീണ്ടു നിൽക്കും. ഈ കൺട്രാക്ഷൻസ് മോഡറേറ്റ് ടു സ്ട്രോങ് ഇൻറ്റൻസിറ്റിയിലാണ് കൺട്രാക്ഷൻ നടക്കുന്നത്. പിന്നെ ട്രാൻസിഷനാണ്. ഇവിടെ ഡയലറ്റേഷൻ എന്ന് പറയുന്നത് 8 to 10 centimeter വരെ ഉണ്ടാകും. കൺട്രാക്ഷൻ 1 മുതൽ 2 minutes വരെ ഇടപെട്ടിട്ട് ഉണ്ടാകുമെങ്കിലും 60 മുതൽ 90 seconds വരെ നീണ്ടു നിൽക്കും. പിന്നെ ഈ ഒരു ടൈമിൽ ബേബിയുടെ ഹേർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യും. ഇനി ഇതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്? ഒരു ഡെലിവറി സേഫായിട്ടും ക്ലീനായിട്ടും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാനും അടിക്കൊരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട്, പിന്നെ മെറ്റേണലും ഫീറ്റലും കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മെയിൻറ്റെയിൻ നോർമൽ ഡെലിവറി പ്രോസസ്സ് വിത്ത് ഗുഡ് ഗൈഡൻസ്, ഒരു നല്ലൊരു ഗൈഡൻസോട് കൂടി ഒരു നോർമൽ ഡെലിവറി പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അഡിക്വേറ്റ് സപ്പോർട്ട് ആൻഡ് മിനിമൽ അസിസ്റ്റൻസ്, പിന്നെ ഐഡൻറ്റിഫൈ ഡീവിയേഷൻസ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൾസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് നോൺ ഇൻ്റർഫിയറൻസ് വിത്ത് വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി, അതായത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. പിന്നെ മോണിറ്റർ പ്രോഗ്രസ് കെയർഫുള്ളി,
പിന്നെ നഴ്സിംഗ് കെയർ, പ്രിപ്പറേഷൻ, എക്യുപ്മെൻറ്റ്സ്, റെക്കോർഡ്സൊക്കെ. ഇനി മാനേജ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറാണ്. ഇതിൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുക, പിന്നെ പെരിനിയൽ പ്രിപ്പറേഷൻ നടത്തുക, ക്ലെൻസിങ് എനിമ കൊടുക്കുക, മോണിറ്റർ ദി പ്രോഗ്രസ് ഓഫ് ലേബർ, പിന്നെ റെക്കോർഡിംഗ് കളർ ആൻഡ് ദി എമൗണ്ട് ഓഫ് ഷോ, പിന്നെ ഫീറ്റൽ മോണിറ്ററിങ്, വൈറ്റൽ സൈൻസ് നോക്കുക, ഫ്രീക്വൻറ്റ് എംപ്റ്റിങ് ഓഫ് ബ്ലാഡർ, പിന്നെ പേഷ്യൻ്റ് ഇൻ NPO ഡ്യൂറിങ് ലേബറിൻ്റെ ടൈമിൽ പേഷ്യൻറ്റിനെ NPOയിൽ ഇടണം. പിന്നെ പൊസിഷനിങ്, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ, പിന്നെ വജൈനൽ ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ നടത്തുക, ARM, പിന്നെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സും ഡെലിവറി റൂമും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ലേബർ റൂമിൽ അത്യാവശ്യത്തിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള സപ്ലൈസ് അവൈലബിൾ ആണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഈ ഒരു ലേബറിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയത്ത് അമ്മക്കോ കുഞ്ഞിനോ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കെയർ കൊടുക്കണമെങ്കിൽ ആ ഒരു കെയർ കൊടുക്കുന്നതിൽ നിന്നും ഡിലേ ചെയ്യിക്കുന്നത് ഇത്തരം പ്രവണതകൾ തടയും. ഓക്കെ, അതായത് എല്ലാ സാധനവും കയ്യിൽ നിന്ന് പെട്ടെന്ന് ചെയ്യാം. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുവാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് സെക്ടറിലോട്ട് വരുന്ന പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ നമ്പർ കൂടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലേബർ റൂം വെൽ എക്യുപ്ഡ് ആയിട്ടും സേഫ് കെയർ എല്ലാ ടൈമിലും കൊടുക്കാൻ വേണ്ടിയിട്ടും സജ്ജമായിരിക്കണം. ഇനി കെയറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെലിവറിക്ക് മുമ്പ് തന്നെ ആ ഒരു ഡെലിവറിക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷണൽ സ്റ്റേജിൽ അവൈലബിൾ ആയിരിക്കണം. ഒരു ഡെലിവറിക്കും ന്യൂബോൺ കെയറിനും ആവശ്യമായിട്ടുള്ള ഓട്ടോക്ലേവ് ചെയ്യപ്പെട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഡെലിവറി ട്രേ, ബേബി ട്രേ, എപ്പിസിയോട്ടമി ട്രേ, എമർജൻസി ട്രേ ആൻഡ് മെഡിസിൻ ട്രേ ആണ്. പിന്നെ പ്രീ ഫിൽഡ് ഓക്സിറ്റോസിൻ സിറിഞ്ച് വേണം, ക്ലീൻ ടവൽ ഫോർ ന്യൂ ബോൺസ്, എമർജൻസി സപ്ലൈസ്, എമർജൻസി ഡ്രഗ് ട്രേ ഉണ്ടായിരിക്കണം. ഇനി ലേബർ റൂമിൽ വെക്കേണ്ട ട്രേസ്, അതായത് പാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഡെലിവറി ട്രേ ആണ്. ഈ ഒരു ഡെലിവറി ട്രേയിൽ വേണ്ട സാധനങ്ങളാണ് ഗ്ലൗസ്, സിസേഴ്സ്, ആർട്ടറി ഫോർസെപ്സ്, കോഡ് ക്ലാമ്പ്, സ്പഞ്ച് ഹോൾഡിംഗ് ഫോർസെപ്സ്, യൂറിനറി കത്തീറ്റർ, ബൗൾ ഫോർ ആൻറ്റിസെപ്റ്റിക് ലോഷൻ, ഗോസ് പീസസ്, കോട്ടൺ സ്വാബ്സ്, സ്പെക്കുലം, സാനിറ്ററി പാഡ്സ്, പിന്നെ കിഡ്നി ട്രേ. അടുത്തത് ബേബി ട്രേ ആണ്. ഈ ഒരു ട്രേയിൽ വേണ്ട സാധനങ്ങൾ 2 പ്രീവാംഡ് ടവൽസ് അല്ലെങ്കിൽ ഷീറ്റ്സ് ഫോർ റാപ്പിംഗ് ദി ബേബിയെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. മ്യൂക്കസ് എക്സ്ട്രാക്ടർ ബാഗ് അല്ലെങ്കിൽ മാസ്ക്, പിന്നെ സ്റ്റെറിലൈസ്ഡ് ത്രെഡ് ഫോർ കോഡ് ഓർ കോട്ട് ക്ലാമ്പ്, പിന്നെ നാസോഗാസ്ട്രിക് ട്യൂബ് വേണം, ഗ്ലൗസ് വേണം, ഇഞ്ചക്ഷൻ വൈറ്റമിൻ K, നീഡിൽസ്, സിറിഞ്ചസ് വേണം, പിന്നെ ഇൻസുലിൻ 1 ml വേണം. പിന്നെ ബേബി ഷുഡ് ബി റിസീവ്ഡ് ഇൻ എ പ്രീവാംഡ് ടവൽ. ഡു നോട്ട് യൂസ് മെറ്റാലിക് ട്രേ യൂസ് ചെയ്യാതിരിക്കുക. ബേബിയെ ഈ ഒരു പ്രീവാംഡ് ടവലിലേക്ക് വേണം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് മെഡിസിൻ ട്രേ ആണ്. ഇതിൽ വേണ്ട സാധനങ്ങളാണ് ഇഞ്ചക്ഷൻ ഓക്സിറ്റോസിൻ, ഇത് ഫ്രിഡ്ജിലായിരിക്കണം വെക്കേണ്ടത്. പിന്നെ ക്യാപ്സ്യൂൾ ആംബിസിലിൻ 500 mg വേണം, ടാബ് മെട്രോനിഡസോൾ 400 mg, ടാബ് പാരസെറ്റമോൾ, ടാബ് ഇബുപ്രോഫൻ, ടാബ് ബി കോംപ്ലക്സ്, IV ഫ്ലൂയിഡ്സ്, ഇഞ്ചക്ഷൻ ഓക്സിറ്റോസിൻ 10 യൂണിറ്റ്, അതായത് 10 ഇൻ്റർനാഷണൽ യൂണിറ്റ്, ടാബ് മിസോപ്രോസ്റ്റോൾ 200 മൈക്രോഗ്രാം വേണം, ഇഞ്ചക്ഷൻ ജെൻഡാമൈസിൻ, ഇഞ്ചക്ഷൻ വൈറ്റമിൻ K, ഇഞ്ചക്ഷൻ ബെറ്റമെത്തസോൺ, റിങ്കോലാക്റ്റേറ്റ്, നോർമൽ സലൈൻ, ഇഞ്ചക്ഷൻ ഹൈഡ്രോലസീൻ വേണം, നിഫെഡിപ്പിൻ വേണം, മീഥിൽ ഡോപ്പ വേണം, മാഗ്നിഫൈയിങ് ഗ്ലാസ് വേണം. ഇനി എമർജൻസി ഡ്രഗ് ട്രേയിൽ വേണ്ട മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇഞ്ചക്ഷൻ ഓക്സിറ്റോസിനാണ്, അത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ മാക്സൾഫ് 15%, ഇഞ്ചക്ഷൻ കാൽസ്യം ഗ്ലൂക്കോണേറ്റ് 10%, ഇഞ്ചക്ഷൻ ഡെക്സാമെത്തസോൺ, ഇഞ്ചക്ഷൻ ആംബിസിലിൻ, ഇഞ്ചക്ഷൻ ജെൻഡാമൈസിൻ, ഇഞ്ചക്ഷൻ മെട്രോനിഡസോൾ, ഇഞ്ചക്ഷൻ ലിഗ്നോക്കെയിൻ 2%, ഇഞ്ചക്ഷൻ അഡ്രിനാലിൻ, ഇഞ്ചക്ഷൻ ഹൈഡ്രോകോർട്ടിസോൺ സക്സിനേറ്റ്, ഇഞ്ചക്ഷൻ ഡയസിപ്പാം, പിന്നെ ഇഞ്ചക്ഷൻ ഫിനാമിൻ മേലിയേറ്റ്, ഇഞ്ചക്ഷൻ കാർബോപ്രോസ്റ്റ്, ഇഞ്ചക്ഷൻ ഫോർവിൻ, ഇഞ്ചക്ഷൻ ഫിനോഗൻ, റിങ്കോലാക്റ്റേറ്റ്, നോർമൽ സലൈൻ, ഇഞ്ചക്ഷൻ ബെത്തമെത്തസോൺ, ഇഞ്ചക്ഷൻ ഹൈഡ്രോലസിൻ, നിഫെഡിപ്പിൻ, മീഥൈൽ ഡോപ്പ, പിന്നെ IV സെറ്റ്സ് വിത്ത് 16 കോച്ച് നീഡിൽസ് വേണം, കൺട്രോൾ സക്ഷൻ കത്തീറ്റർ വേണം, മൗത്ത് ഗാഗ് വേണം, IV കാനുല, വയൽസ് ഫോർ ബ്ലഡ് കളക്ഷൻ, സെഫ്ട്രിയാക്സോൺ, 3rd ജനറേഷൻ സെഫാലോസ്പോയിനാണ് വേണ്ടത്. ഇനി വജൈനൽ എക്സാമിനേഷനാണ്. പേഷ്യൻ്റെ പ്രൈവസി എൻഷുർ ചെയ്യുക, പേഷ്യൻ്റെ ബ്ലാഡർ എംപ്റ്റി ചെയ്യുക, ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് വേർബൽ കൺസെൻറ്റ് എടുത്തിരിക്കണം. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പും ചെയ്ത് കഴിഞ്ഞും ഹാൻഡ് വാഷ് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. പിന്നെ PV എക്സാമിനേഷന് വജൈന എക്സാമിനേഷന് മുമ്പ് ഈ ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ സ്വാബ്സിൽ ഒഴിച്ചു വെക്കണം. പിന്നെ എല്ലായ്പ്പോഴും 2 കൈകളിലും സർജിക്കൽ ഗ്ലൗസ് അണിഞ്ഞിരിക്കണം.
നമുക്കിനി പ്രൊസീജിയറിലോട്ട് കിടക്കാം. ആദ്യം തന്നെ വൾവയും പെരിനിയും ആൻറ്റിസെപ്റ്റിക് സ്വാബ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നോൺ എക്സാമിനിങ് ഹാൻഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു യൂസ് ചെയ്ത സ്വാബ്സ്, സോൾഡ് ആയിട്ടുള്ള സ്വാബ് ഈ ഒരു യെല്ലോ ബിന്നിലേക്കാണ് കളയേണ്ടത്. പിന്നെ സെപ്പറേറ്റ് ലാബിയ വിത്ത് ദി നോൺ എക്സാമിനിങ് ഹാൻഡ് യൂസ് ചെയ്ത് ലാബിയ സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ മിഡിലും ഇൻഡെക്സ് ഫിംഗറും യൂസ് ചെയ്തിട്ട് എക്സാമിനിങ് ഹാൻഡിൻ്റെ മിഡിലും ഇൻഡെക്സ് ഫിംഗറും യൂസ് ചെയ്തിട്ട് ജനറലി വജൈനയിലോട്ട് ഈ 2 വിരലും ഇൻസേർട്ട് ചെയ്യുക, പേഷ്യൻറ്റിനെ വേദനിപ്പിക്കാതെ. ഇനി ഒരു ലേബറിൻ്റെ പ്രോഗ്രസ്സും സ്റ്റേജും ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് സെർവിക്കൽ ഡയലറ്റേഷനും എഫേസ്മെൻറ്റും, പിന്നെ ലെവൽ ഓഫ് പ്രസനിങ് പാർട്ട്, പിന്നെ മെംബ്രെയിൻ്റെ കണ്ടീഷൻ, പിന്നെ അഥവാ ഈ ഒരു മെംബ്രെയിൻ ഒബ്സ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലിക്വിഡിൻ്റെ കളർ, പിന്നെ ഇനി അബ്നോർമൽ ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ അതിൽ വരുന്നതാണ് ക്യാപ്പിട്ട്, മോൾഡിങ് ഒക്കെ. ഇനി ഇപ്പോഴും പ്രസൻറ്റിങ് പാർട്ട് ഹെഡ് ആണെങ്കിൽ ഫോണ്ടനൽസ് നോക്കണം. ആൻറ്റീരിയർ ഫോണ്ടനൽ ഡയമണ്ട് ഷേപ്പ് ആയിരിക്കും, പോസ്റ്റീരിയർ ഫോണ്ടനൽ സ്മോൾ ആൻഡ് ട്രയാങ്കുലർ ആയിരിക്കും. ഈ ഒരു ഫോണ്ടനലേഴ്സ് യൂസ് ചെയ്തിട്ടാണ് റൈറ്റ് ഓക്സിപിറ്റോ ആൻറ്റീരിയർ പൊസിഷൻ ആണോ ലെഫ്റ്റ് ഓക്സിപിറ്റോ ആൻറ്റീരിയർ പൊസിഷൻ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. പെൽവിസിൻ്റെ അഡിക്വസി നോക്കുന്നത് വെൽക്കേർഡ് സാക്രം വെച്ചിട്ട് ഇനബിലിറ്റി ടു ഉപയോഗിച്ചത് സാക്രൽ പ്രൊമോട്ടറി, പിന്നെ ഇനബിലിറ്റി ടു ഉപയോഗിച്ചത് ഈഷ്യൽ സ്പൈൻസ് അറ്റ് ദ സെയിം ടൈം, ഇവയൊക്കെ വെച്ചിട്ടാണ്. ഇനി ഇൻലെറ്റിൻ്റെ അഡിക്വസി നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസൻറ്റിങ് പാർട്ട് എൻഗേജ്ഡ് ആണോ, അല്ലെങ്കിൽ സാക്രൽ പ്രൊമോട്ടറി റീച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റീച്ച് ചെയ്യുന്നില്ലേ, പിന്നെ ഹൗ സാക്രൽ കർവ് എങ്ങനെയാണ്, ഇവയൊക്കെ വെച്ചിട്ടാണ്. ഇനി അബ്നോർമൽ പ്രോഗ്രസ് ഓഫ് ലേബറാണ്. ഇതിൽ വരുന്നതാണ് ഒന്ന് പ്രൊലോങ്ഡ് ലാറ്റൻ ഫേസ് പ്രൊലോങ് ആകുന്നത്. ഇതിൽ ലാറ്റൻ ഫേസ് 12 മണിക്കൂറിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യും. പ്രൈമറി ഗ്രാവിഡാസിൽ 20 മണിക്കൂറോളം വരാം. പിന്നെ മൾട്ടി ഗ്രാവിഡയിൽ, അതായത് ഒന്നിൽ കൂടുതൽ പ്രസവിച്ചവരിലാണെങ്കിൽ 8 മണിക്കൂറിൽ കൂടുതൽ ഈ ഒരു ലാറ്റൻ ഫേസ് എക്സ്റ്റെൻഡ് ചെയ്യും. 14 മണിക്കൂറോളം ഇത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. അടുത്തത് പ്രൈമറി ഡിസ്ഫങ്ഷണൽ ലേബർ അല്ലെങ്കിൽ പ്രൊലോങ് ലേബർ. ഇതിൽ സ്ലോ സെർവിക്കൽ ഡയലറ്റേഷൻ അല്ലെങ്കിൽ പുവർ ഡിസെൻറ്റ് ഉണ്ടാക്കും. അടുത്തത് സെക്കൻഡറി ആർച്ച് ലേബർ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ലേബർ ആണ്. ഇതിൽ സെർവിക്കൽ ഡയലറ്റേഷൻ ഒന്നാമത്തെ സ്റ്റേജ് യൂഷ്വലി ഡി എക്സലറേഷൻ ഫേസിലായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ പിന്നെ സെർവിക്കൽ ഡയലറ്റേഷൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ ഈ ഒരു ഡിസെൻറ്റ് ഓഫ് ദി പ്രസൻറ്റിംഗ് പാർട്ട് അറസ്റ്റ് ചെയ്യപ്പെടും, അതായത് സ്റ്റോപ്പ് ചെയ്യപ്പെടും. മാനേജ്മെൻറ്റ് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. ഇതിൽ ഫസ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഫോർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിൽ ആദ്യം ഗർഭിണിയെ പൊസിഷൻ ചെയ്ത് വെക്കുക, ടോയ്ലറ്റിംഗ് ദി എക്സ്റ്റേണൽ ജെനിറ്റാലിയ, പിന്നെ കത്തീറ്ററൈസേഷൻ ഓഫ് ദി ബ്ലാഡർ ചെയ്യുക. പിന്നെ അടുത്തത് കണ്ടക്ഷൻ ഓഫ് ഡെലിവറി ആണ്. ഇതിൽ ആദ്യം ഹെഡ് ഡെലിവറി ചെയ്യും, പിന്നെ ഷോൾഡേഴ്സ് ഡെലിവറി ചെയ്യും, പിന്നെ ട്രങ്ക് ഡെലിവറി ചെയ്യും. പിന്നെ ന്യൂ ബോണിന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. ഇതിൽ ആദ്യം തന്നെ തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്ലാസൻ്റ സെപ്പറേറ്റ് ആകും, പിന്നെ പ്ലാസൻ്റ ഡിസെൻറ്റ് ആകും, എക്സ്പ്രഷൻ ഓഫ് ദി പ്ലാസൻ്റ, പിന്നെ കൺട്രോൾ ഓഫ് ബ്ലീഡിങ്. ഇനി തേർഡ് സ്റ്റേജിൽ ചെയ്യേണ്ട ആക്റ്റീവ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ആണ് നൽകേണ്ടത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു പ്ലാസൻ്റയുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഡെലിവറി ഫെസിലിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂട്രൈൻ കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുക, പിന്നെ PPH പോസ്റ്റ്പാർട്ടം ഹെമറേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നടത്തുക. ഇനി ഇത് കഴിഞ്ഞ ഉടനെ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് 6 സ്റ്റെപ്സ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ചെക്ക് ദി യൂട്രസ് ഫോർ ദി പ്രസൻസ് ഓഫ് സെക്കൻഡ് ബേബി. മറ്റൊരു കുട്ടി ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ലെസ് ദാൻ 1 മിനിറ്റിൽ അഡ്മിനിസ്റ്റർ യൂട്രോടോണിക് ഡ്രഗ്സ്, പിന്നെ അപ്ലൈ കൺട്രോൾ കോൺട്രാക്ഷൻ, പിന്നെ ഡെലിവറി ഓഫ് ദി പ്ലാസിൻ്റെ കഴിഞ്ഞ ഉടനെ യൂട്രസിൻ്റെ മസാജിങ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ പ്ലാസിൻ്റെ എക്സാമിൻ ചെയ്തിട്ട് ഒന്നും തന്നെ അവിടെ ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം ആ ഒരു സ്ത്രീയുടെ വജൈന, പെരിനിയം, എക്സ്റ്റേണൽ ജെനിറ്റാലിയ തുടങ്ങിയവ ഒരു തരത്തിലുള്ള മുറിവോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ബ്ലീഡിങ്ങോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എക്സാമിൻ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇനി മാനേജ്മെൻറ്റ് ഓഫ് ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ ആണ്. ഇതിൽ മെറ്റേണൽ ഓർഗൻസ് വീണ്ടും പഴയ രീതിയിൽ നോൺ പ്രഗ്നൻറ്റ് സ്റ്റേറ്റിലോട്ട് റീ അഡ്ജസ്റ്റ് ആയിട്ട് പോകാൻ തുടങ്ങും. ഇവിടെ നേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ആൻഡ് മാനേജ് പ്രോംപ്റ്റ്ലി ദി എനി ഡീവിയേഷൻ ഫ്രം ദി നോർമൽ പ്രോസസ് ദാറ്റ് മേ ഒക്കർ. അതായത് സാധാരണ ഒക്കർ ചെയ്യുന്ന പ്രോസസ്സിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാനേജ് ചെയ്യണം. പിന്നെ പാരൻറ്റ് ഇൻഫൻറ്റ് അറ്റാച്ച്മെൻറ്റിന് പ്രൊമോട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തത് ഇവാലുവേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. ആദ്യം ചെയ്യേണ്ടത് ഇവാലുവേഷൻ ഓഫ് ദി യൂട്രസ്, ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി പെരിനിയം, വജൈന, സെർവിക്സ്, പ്ലാസൻ്റ, മെംബ്രെയിൻസ്, അംബ്ലിക്കൽ കോഡ്. പിന്നെ എപ്പിസിയോട്ടമി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണം. എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞാൽ ഒരു കട്ടാണ്. ഇപ്പോഴും ബേബി കടന്നു വരാൻ വേണ്ടിയിട്ട് വജൈനയുടെ ഓപ്പണിങ് ചെറുതാണെങ്കിൽ അവിടെ ഒരു കട്ട് കൊടുക്കും. മീഡിയനായിട്ടോ ലാറ്ററലായിട്ടോ മീഡിയോ ലാറ്ററലായിട്ടോ കട്ട് കൊടുക്കും. സാധാരണ ചെയ്യുന്നത് മീഡിയോ ലാറ്ററലായിട്ടാണ്. അപ്പോൾ ആ ഒരു കട്ട് വീണ്ടും തുന്നി ചേർത്തിട്ട് ശരിയാക്കി കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ലേസറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യണം.
ഇനി ഇവാലുവേഷൻ ഓഫ് ദി യൂട്രസിൽ നോക്കേണ്ട കാര്യം നോർമൽ പൊസിഷൻ മിഡ് ലൈൻ ഓഫ് ദി അബ്ഡോമൻ ആണ്. ഇപ്പോഴും അബ്ഡോമിന് മുകളിലാണ് യൂട്രസ് എങ്കിൽ അത് ബ്ലഡ് ലോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എബോവ് ദി അംബിലിക്കസ് ആൻഡ് റൈറ്റ് സൈഡ് ആണെങ്കിൽ ഫുൾ ബ്ലഡും ഫേം യൂട്രസ് ആണെങ്കിൽ എഫക്റ്റീവ് ഹീമോസ്റ്റാസിസും ആണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ടോഗ്രാം ആയിരിക്കും. പാർട്ടോഗ്രാഫ്. സോ ടിൽ ദെൻ.